ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെ വ്യാപാർ മൊബൈൽ ആപ്പ് മൊബൈലിൽ എങ്ങനെ സിങ്ക് ആൻഡ് ഷെയർ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വ്യാപാർ പ്രീമിയം ലൈസൻസ് പേയ്മെൻറ്റ് കൊടുത്ത് ആക്ടിവേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്യുക. എല്ലാ ദിവസവും MRPന്ന് 60% വരെ ഡിസ്കൗണ്ടൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളെ മൊബൈലിൽ വ്യാപാര ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു ഡാഷ്ബോർഡ് വരും. ഈ ഒരു ഡാഷ്ബോർഡിൽ താഴെ ഭാഗത്ത് മെനു എന്നുള്ള ഓപ്ഷൻ കാണും. ഈ മെനു എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാനേജ് കമ്പനീസ് എന്ന് പറഞ്ഞ് കാണാം. ഈ മാനേജ് കമ്പനീസ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. മാനേജ് കമ്പനീസ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ്ബോർഡാണ് വരിക. ഈ ഒരു ഡാഷ്ബോർഡിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണും. ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ താഴത്ത് ലോഗിൻ എന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗൗട്ട് എന്നാണെങ്കിൽ ലോഗൗട്ട് കൊടുത്ത് രണ്ടാമത് ലോഗൗട്ട് എന്നാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ ലോഗൗട്ട് കൊടുത്ത് രണ്ടാമത് വീണ്ടും ഈ 3 ഡോട്ട് തന്നെ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ എന്നായി മാറും. ഈ ലോഗിൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ സിങ്ക് ആൻഡ് ഷെയർ ഓൺ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യണം. ഡെസ്ക്ടോപ്പിൽ ഇമെയിൽ ID വെച്ചാണ് സിങ്ക് ആൻഡ് ഷെയർ ഓൺ ആക്കിയെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID വെച്ച് വേണം ലോഗിൻ ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഇമെയിൽ ID അല്ല ഫോൺ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് ഇമെയിൽ ID ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ യൂസിങ് ഇമെയിൽ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ ആയതുകൊണ്ട് ലോഗിൻ യൂസിങ് ഫോൺ നമ്പർ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ID എന്നുണ്ടെങ്കിൽ ലോഗിൻ യൂസിങ് ഇമെയിൽ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്യണം. ഞാൻ ഫോൺ നമ്പർ ആയതുകൊണ്ട് ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പോവാണ്. ഇതേപോലെ നിങ്ങളും ചെയ്യുക. അതിൻ്റെ ശേഷം ഗെറ്റ് OTP എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യണം. ഗെറ്റ് OTP എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP വരും. മൊബൈൽ നമ്പർ വെച്ചാൽ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ഇമെയിൽ ID വെച്ചാൽ ആ ഇമെയിൽ IDക്ക് OTP വരും. ആ OTP ആണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ പാസ്വേഡാണ് ചോദിക്കുന്നത്. ഞാൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പാസ്വേഡ് ചോദിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ്. ഇതേപോലെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. നമ്മൾ OTP ആണെങ്കിൽ OTP കൊടുത്ത് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മൈ കമ്പനീസിൻ്റെ താഴത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൈ കമ്പനീസിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ താഴത്ത് സിങ്ക് ഓൺ എന്ന് പറഞ്ഞു വരും. ഇതേപോലെ സിങ്ക് ഓൺ എന്ന് പറഞ്ഞു വരും. ഈ സിങ്ക് ഓൺ എന്നുള്ളതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ യെസ് ഡൗൺലോഡ് എന്ന് വരും. ഈ യെസ് ഡൗൺലോഡ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡായി ഓപ്പണായി വരും. ഈ ഓപ്പണായി വരുന്ന ഡാഷ്ബോർഡും നിങ്ങളെ ഡെസ്ക്ടോപ്പിലുള്ള ഡാഷ്ബോർഡും സെയിം ആവും. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കുക, അതായത് സെയിൽസ് ഇൻവോയ്സ് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഐറ്റമൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക, അതപ്പോൾ തന്നെ ഡെസ്ക്ടോപ്പിൽ വരും. ഡെസ്ക്ടോപ്പ് ചെയ്ത് നോക്കുക, അതപ്പോൾ തന്നെ നിങ്ങളെ ഈ മൊബൈലിലും വരും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്യുക.